Hi, good morning friends. പ്ലസ് വൺ മാത്തമാറ്റിക്സിന്റെ ചാപ്റ്റർ 1 സെറ്റ് അതാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പാർട്ട് 8ലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ സെക്ഷനുകളിൽ നമ്മൾ എന്താണ് യൂണിയൻ ഓഫ് സെറ്റ്സ്, ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്, ഡിസ്ജോയിന്റ് സെറ്റ്സ്, അവസാനം കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്സ്, ഇതെല്ലാം നമ്മൾ വളരെ വിശദമായി ഡിസ്കസ് ചെയ്തു. അതിന്റെ കുറച്ച് പ്രോബ്ലംസും ചെയ്തു. നമുക്ക് ഇനിയും കുറച്ച് പ്രോബ്ലംസ് അതിന്റെ ചെയ്യാം. അതിനുശേഷം അടുത്ത സബ് ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ പ്രോബ്ലം നോക്കാം. രണ്ട് സെറ്റുകൾ കൺസിഡർ ചെയ്യുന്നു. സെറ്റ് എ ഈക്വൽ ടു ഇറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ആൻഡ് കൺസിഡർ അനദർ സെറ്റ് ഓഫ് ഓൾ ഈവൺ നാച്ചുറൽ നമ്പർ ആൻഡ് അനദർ സെറ്റ് സി ഈസ് ദി സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പർ. എന്താണ്? A is the set of all x such that x belongs to n. അതാണല്ലോ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ബി എന്ന് പറഞ്ഞത് സെറ്റ് ഓഫ് ഓൾ ഈവൺ പ്രൈം ഈവൺ നാച്ചുറൽ നമ്പർ. എക്സ് ഈസ് ഈവൺ നാച്ചുറൽ നമ്പർ. And C set of all prime numbers is prime. ഈ മൂന്ന് സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇത് നമുക്ക് എ ഇന്റർസെക്ഷൻ ബി, എ യൂണിയൻ ബി, പിന്നെ ബി ഇന്റർസെക്ഷൻ സി, എ ഇന്റർസെക്ഷൻ സി നമുക്ക് കാണാം. എ ഇന്റർസെക്ഷൻ സി പിന്നെ ബി ഇന്റർസെക്ഷൻ സി നമുക്ക് ഓരോന്ന് കണ്ടുപോകാം. എ ഇന്റർസെക്ഷൻ ബി, എ ഇന്റർസെക്ഷൻ ബി എന്നതാണെങ്കിലോ ആൻസർ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി എക്സ് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, സോറി എ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് and B set of all even natural numbers. അതിന്റെ രണ്ടിനും ഇന്റർസെക്ഷൻ. അപ്പൊ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് 1 2 3 നമുക്ക് വേണമെങ്കിൽ അതിന്റെ റോസ്റ്റർ ഫോമിൽ എഴുതി നോക്കാം കേട്ടോ. 1 2 3 4 5 6 എക്സെട്ര. ഈവൺ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് 2 4 6 8 10 12 എക്സെട്ര. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നമുക്ക് മനസ്സിലാവുക എന്താണ്? ബി ഇസ് ദി സബ്സെറ്റ് ഓഫ് എ എന്ന് നമുക്ക് മനസ്സിലാവും. ബി ഇസ് ദി ഈവൺ നാച്ചുറൽ നമ്പർ, എ ഇസ് ദി നാച്ചുറൽ, ഓൾ ദി നാച്ചുറൽ നമ്പർ. അപ്പൊ ബി സബ്സെറ്റ് ഓഫ് എ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്താ? ആ ചെറിയ സെറ്റ് തന്നെയാണ് ഇന്റർസെക്ഷൻ വരിക. ബി is the subset of A ആണെങ്കിൽ B is B intersection A or A intersection B equal to the B ആവും. അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ ഈ സെറ്റ് വെച്ചിട്ട് തന്നെ ചിന്തിക്കാം. ഇത് നാച്ചുറൽ നമ്പർ ആണ്, ഇത് ഈവൺ നാച്ചുറൽ നമ്പർ ആണ് രണ്ടാമത്തെ സെറ്റ്. അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ നമ്പർ 1 2 3 4 5 6 എക്സെട്ര, ബി ഈവൺ നാച്ചുറൽ നമ്പേഴ്സ് 2 4 6 8 എക്സെട്ര. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇന്റർസെക്ഷൻ എന്താ? യെസ്, ഡെഫിനറ്റ്ലി സെറ്റ് ഓഫ് ഓൾ ഈവൺ നാച്ചുറൽ നമ്പേഴ്സ്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് എന്താ? ഇതിലെ നാച്ചുറൽ നമ്പേഴ്സ്, ഇതിൽ ഈവൺ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ഇതിന് ഈവൺ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് സെറ്റില് ഈവൺ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. ഇത് ഈവൺ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈവൺ നാച്ചുറൽ നമ്പേഴ്സ് സെറ്റും നാച്ചുറൽ നമ്പർ. അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഈവൺ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ബി എ ഇന്റർസെക്ഷൻ ബി സെറ്റ് ഓഫ് ഓൾ എക്സ് സെറ്റ് ദാറ്റ് X is even natural number that is equal to A intersection B equal to B. This is the answer. Clear? Then നമുക്ക് A union B ഒന്ന് നോക്കാം. A union B. A union B നമ്മൾ ഇത് ഒബ്സർവ് ചെയ്തോളൂ. സെറ്റ് എ
സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, ബി സെറ്റ് ഓഫ് ഓൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എ യൂണിയൻ ബി, ഒന്നുകിൽ ഇതിലുള്ള എലമെന്റ്സ് അല്ലെങ്കിൽ ഇതിലുള്ള എലമെന്റ്സ്. പക്ഷെ നമുക്കറിയാം ഈ എലമെന്റ്സ് എല്ലാം ഇതിലുണ്ട്, ഇതിൽ തന്നെയാണ് എല്ലാ എലമെന്റ്സും ഉള്ളൂ. ഇതിലും കൂടുതൽ ഇതില് ഈവൻ എലമെന്റ്സ് ആണ്, ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതിൽ കൂടുതലൊന്നുമില്ല. ഇതില് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്, രണ്ടും കൂടിയിട്ടുള്ള ടോട്ടൽ നാച്ചുറൽ നമ്പേഴ്സ് ഇതാ. അപ്പൊ അതിന്റെ യൂണിയൻ ഏതാ? ഈവൻ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എ യൂണിയൻ ബി ഈക്വൽ ടു എക്സ് such that x belongs to n. That is equal to a. ഇവിടെ ബി സബ്സെറ്റ് ഓഫ് എ ആയതുകൊണ്ട് എ യൂണിയൻ ബി നമുക്കറിയാം. എ യൂണിയൻ ബി ഏതെങ്കിലും വരിക, ഇവിടെ നോക്കിയാൽ അങ്ങനെ തന്നെ. അപ്പൊ ഇതാണ് ആൻസർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, എ ഇന്റർസെക്ഷൻ സി. എ ഇന്റർസെക്ഷൻ സി ആണെങ്കിലോ? എ ഇന്റർസെക്ഷൻ സി, ഇവിടെ സി നമുക്ക് തന്നിട്ടുള്ളത് സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ്. അപ്പൊ സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് നമുക്ക് ഇവിടെ ഒന്ന് എഴുതി നോക്കാം. പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7, 8, 11, 30 എക്സെട്ര. ഇതാണ് ഈ സെറ്റ്. നമുക്ക് സെപ്പറേറ്റ് ആണെങ്കിൽ എഴുതി നോക്കാം. 2, 3, 5, 7, 11, 30 ആണല്ലോ. നമുക്ക് എ ഇന്റർസെക്ഷൻ സി കാണണം. എ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, സി സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ്. അതിന് ഇന്റർസെക്ഷൻ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സും ഇവിടെ ഈവൻ നാച്ചുറൽ നമ്പറും ഉണ്ടല്ലോ. അതിന്റെ ഇന്റർസെക്ഷൻ നമുക്ക് എന്താ കിട്ടിയേ? ബി കിട്ടി. അതുപോലെ ഇവിടെ ഇത് നാച്ചുറൽ നമ്പറിന്റെ ഒരു സബ്സെറ്റ് തന്നെയാണ് പ്രൈം നമ്പേഴ്സ്. ഇത് നാച്ചുറൽ നമ്പർ തന്നെയാണ്. നാച്ചുറൽ നമ്പർ 1, 2, 3, 4, 5, 6, 7, 8, 9 എക്സെട്ര. അതില് ചില നമ്പറുകൾ പ്രൈം ആണ്. 2, 3, 5, 7, 11, 15 അങ്ങനെ പോകും. അപ്പൊ ഇത് സബ്സെറ്റ് ആണ്. അപ്പൊ നമുക്കറിയാം സി സബ്സെറ്റ് ഓഫ് എ. സി ഇസ് ദി സബ്സെറ്റ് ഓഫ് എ. അപ്പൊ നമുക്ക് എ ഇന്റർസെക്ഷൻ സി നമുക്കറിയാം. സി ആണ് ഉത്തരം കിട്ടുക. സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ്. ആക്സിസ് സെറ്റ് ഓഫ് ആക്സിസ് പ്രൈം. ദാറ്റ് ഈസ് സി. എ ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു സി. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ബി ഇന്റർസെക്ഷൻ സി. ബി ഇന്റർസെക്ഷൻ സി ഒന്ന് കാണാം. ബി ഇന്റർസെക്ഷൻ സി. ബി എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. സി ഈസ് ദി പ്രൈം നമ്പർ, സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഇതിന് രണ്ടിനും കോമൺ ആയിട്ട്, അതായത് ബി ഇന്റർസെക്ഷൻ സി ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ഇത് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4. അതിൽ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് 2, 4, 6, 8. ഇത് സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഈവൻ നാച്ചുറൽ നമ്പറിലും പ്രൈം നമ്പറിലും ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും എലമെന്റ് ഉണ്ടോ? അതായത് ഈവൻ പ്രൈം നമ്പർ അതാണല്ലോ ഈവൻ നാച്ചുറൽ നമ്പറും പ്രൈം നമ്പർ. ഈവൻ പ്രൈം നമ്പർ അല്ലാതെ ഏതുള്ള ഒരു 8 എലമെന്റ് ഉള്ളൂ, 2. അതാണ് അതിന്റെ ആൻസർ. അപ്പൊ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു ദി സെറ്റ് 2. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ എടുക്കുന്നു. സെറ്റ് എ ഇ ഐ ഒ യു ആൻഡ് സെറ്റ് ബി സി ഡി ഇ എഫ്. എ സെറ്റ് എ ഇ ഐ ഒ യു and B set C D E F എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് സെറ്റുകൾ ഡിസ്ജോയിന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് വെദർ A and B are disjoint sets. എന്നാ ഡിസ്ജോയിന്റ് സെറ്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റുകളുടെ ഇന്റർസെക്ഷൻ 5 ആയിരിക്കണം. A and B are said to be disjoint if A intersection B equal to 5. രണ്ട് സെറ്റുകൾ നമ്മൾ യാതൊരു ജോയിന്റോ ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. അത് ഡിസ്ജോയിന്റ് സെറ്റ്. അതിന് ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആണ്. അത് തമ്മിൽ കോമൺ എലിമെന്റ്സ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യേണ്ടത് അതിന്റെ ഇന്റർസെക്ഷൻ ചെക്ക് ചെയ്യുന്നു.
അത് നൾ സെറ്റ് ആണെങ്കിൽ ഡിസ്ജോയിന്റ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ ആൻസർ എന്താ? അപ്പൊ നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്? ഇന്റർസെക്ഷൻ നമുക്ക് കാണണം. എ ഇന്റർസെക്ഷൻ ബി കാണാം. എ ഇന്റർസെക്ഷൻ ബി അത് 5 ആണെങ്കിൽ സെറ്റ് ഡിസ്ജോയിന്റ്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എ ഇ ഐ ഒ യു സി ഡി ഇ എഫ് ബി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്താ? എ കോമൺ അല്ല, ഇ കോമൺ ആയിട്ട് ഉണ്ട്, ഐ ഇല്ല, ഒ ഇല്ല, യു ഇല്ല, എഫ് ഇല്ല. അപ്പൊ ഇ മാത്രമാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ദിസ് സെറ്റ് ഇ ഇസ് നോട്ട് ഈക്വൽ ടു 5. Therefore A and B are not disjoint. ഡിസ്ജോയിന്റ് സെറ്റ് അല്ല. എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റ് അല്ല. ഇനി വേറെ സെറ്റുകൾ നോക്കൂ, അത് ഡിസ്ജോയിന്റ് ആണോ നോക്കാം. 2, 3, 4, 5. 2, 3, 4, 5. സെറ്റ് എ ഈക്വൽ ടു 2, 3, 4, 5. ബി സെറ്റ് 3, 6. ഈ രണ്ട് സെറ്റ് പരിഗണിക്കുകയാണെങ്കിൽ ഇത് ഡിസ്ജോയിന്റ് ആണോ? അപ്പൊ ഡിസ്ജോയിന്റ് ആണ് ചെക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ഇന്റർസെക്ഷൻ കാണുന്നു. അത് 5 ആണെങ്കിൽ ഡിസ്ജോയിന്റ് ആണ്, 5 അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് അല്ല. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി കാണാം. ആൻസർ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സിന് സെറ്റ് 2, 3, 4, 5, 3, 6 കോമൺ 3 ആണ്. ഇതും ഡിസ്ജോയിന്റ്, ഇതും 5 അല്ല. Therefore A, B are not disjoint. ഇതും ഡിസ്ജോയിന്റ് അല്ല. മനസ്സിലായില്ലേ? ഒരു സെറ്റ് ഒരു പെയറും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം ഡിസ്ജോയിന്റ് ആണോ. 2, 6, 10, 14. C ഈക്വൽ ടു 2, 6, 10, 14. B ഈക്വൽ ടു ഏതാ സെറ്റ്? 3, 7, 11, 11. അപ്പൊ ഡിസ്ജോയിന്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ക്ലിയർ ആയിട്ടും എന്ത് ചെയ്യും? സി ഇന്റർസെക്ഷൻ ഡി കാണുന്നു. അത് സി ഇന്റർസെക്ഷൻ ഡി കാണുന്നതിന്റെ ഉദ്ദേശം എന്താ? ഡിസ്ജോയിന്റ് ആണ് ചെക്ക് ചെയ്യാൻ. അപ്പൊ സി ഇന്റർസെക്ഷൻ ഡി നൾ സെറ്റ് ആണെങ്കിൽ ഡിസ്ജോയിന്റ് ആണ്. അപ്പൊ സി ഇന്റർസെക്ഷൻ ഡി 2, 6, 10, 14, 3, 7, 11. ഇതില് കോമൺ ആയിട്ട് ഒറ്റ എലമെന്റ് കാണുന്നില്ല. അപ്പോ 5 ആണ്, നൾ സെറ്റ് ആണ്. Therefore C and D are disjoint sets. Clear? C and D are disjoint sets. Yes. അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. ഡിഫറൻസ് ഓഫ് സെറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഫറൻസ് ഓഫ് സെറ്റ്സ് അതാണ് സെറ്റ് A minus B എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ A minus B is a set of all x such that x belongs to A and x not belongs to B. A minus B എന്ന് പറഞ്ഞാൽ എയിലുള്ളതും ബിയിലില്ലാത്ത അത് ചെക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലെറ്റ് എക്സ് ബി സെറ്റ് എ ബി സി ഡി, വൈ ബി എഫ് ബി ഡി ജി. X set A, B, C, D, Y equal to F, B, D, G. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് എക്സ് മൈനസ് വൈ കാണണം, വൈ മൈനസ് എക്സ് കാണണം, എക്സ് ഇന്റർസെക്ഷൻ വൈ കാണണം. ഓക്കെ, എക്സ് മൈനസ് വൈ കാണണം, വൈ മൈനസ് എക്സ് കാണണം, എക്സ് ഇന്റർസെക്ഷൻ വൈ. ഈ 3 എണ്ണത്തിന്റെ ആൻസർ കാണാം. അപ്പൊ എന്താണ് സെറ്റ് നമുക്ക് തന്നിട്ടുള്ള സെറ്റ്? എക്സ് ഈക്വൽ ടു ദി സെറ്റ്
A, B, C, D, Y is Z, F, B, D, G. അപ്പൊ അതിന്റെ ആൻസർ ഏതാ? ആൻസർ ആദ്യം എക്സ് മൈനസ് വൈ. എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് such that എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ക്യാപിറ്റൽ. ഇതാണല്ലോ ഇതിന്റെ ഡെഫിനിഷൻ. എക്സ് നോട്ട് ബിലോങ്സ് ടു ക്യാപിറ്റൽ. എന്താണ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാല് എക്സിലുള്ള എലമെന്റ്സിന്റെ സെറ്റ് അതേപോലെ വൈയിൽ ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ സെറ്റ് ഓഫ് ഓൾ എക്സ് such that x belongs to capital X and small x not belongs to capital Y. ഈ സെറ്റിൽ ഉണ്ടാവും വേണം, എക്സ് എന്ന സെറ്റിൽ ഉണ്ടാവണം, വൈ എന്നുള്ള സെറ്റിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള എലമെന്റ്സിന്റെ സെറ്റാണ് എക്സ് മൈനസ് വൈ. അപ്പൊ ആൻസർ എന്താണ്? ഇതിൽ ഉള്ള എലമെന്റ്സ്, ഇതിൽ ഇല്ലാത്ത എലമെന്റ്. എ എക്സിലുണ്ട്, വൈയിലില്ല. അപ്പോ എക്സ് മൈനസ് വൈയിൽ വരിക. എക്സ് മൈനസ് വൈ പറഞ്ഞെങ്കിൽ എക്സിലുള്ള എലമെന്റ്സ് ആയിരിക്കണം, വൈയിലില്ലാത്ത എലമെന്റ്സ് ആയിരിക്കണം. അപ്പൊ എക്സിലുണ്ട്, വൈയിലില്ല. അപ്പൊ എ എലമെന്റ് ആണ്, എക്സിലുണ്ട്, വൈയിലില്ല. ഇനി ബി എലമെന്റ് ആണോ? ബി എക്സിലുണ്ട്, വൈയിലുണ്ട്, അതുകൊണ്ട് ബി എലമെന്റ് ആവില്ല. സി എലമെന്റ് ആണോ? സി എക്സിലുണ്ട്, വൈയിലില്ല, അതാണ് നമ്മുടെ ആവശ്യം. എക്സിലുണ്ട്, വൈ, അപ്പൊ സി എലമെന്റ് ആണ്. ഡി എക്സിലുണ്ട്, വൈയിലുണ്ട്, അപ്പൊ ഡി പറ്റില്ല. അപ്പൊ ഇതാണ് എക്സ് മൈനസ് വൈ. അപ്പൊ എക്സ് മൈനസ് വൈ നമുക്ക് കിട്ടി. ഇനി എന്ത് കാണണം? വൈ മൈനസ് എക്സും കൂടി കാണാം. അത് രണ്ട് ഈക്വൽ ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. വൈ മൈനസ് എക്സ്. വൈ മൈനസ് എക്സ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്താ പറഞ്ഞോളൂ? എക്സ് belongs to y and x not belongs to capital X. അതാണ് ഡെഫിനിഷൻ. y മൈനസ് എക്സ് പറഞ്ഞാൽ വൈയിലുള്ള എലമെന്റ്സിന്റെ സെറ്റും അതേപോലെ എക്സിൽ ഉണ്ടാവാൻ പാടില്ല. സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ബിലോങ്സ് ടു വൈ ബട്ട് നോട്ട് ബിലോങ്സ് ടു എക്സ്. അപ്പൊ നമുക്കിവിടെ വൈയും എക്സും, വൈ ആദ്യം എടുക്കുക, എക്സ് രണ്ടാമത് എടുക്കുക. വൈയില് ഉണ്ടാവണം, എക്സിലും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ വൈയിൽ എഫ് ഉണ്ട്, എക്സിലുണ്ടോ? ഇല്ല. അപ്പോ വൈ മൈനസ് എക്സിൽ ഒരു എലമെന്റ് ആണ് എഫ്. ഇനി വൈയിൽ ബി ഉണ്ട്, എക്സിലുണ്ട്, അപ്പൊ ബി എലമെന്റ് അല്ല. വൈയിൽ ഡി ഉണ്ട്, എക്സിലുണ്ട്, അപ്പൊ ഡി എലമെന്റ് അല്ല. വൈയിൽ ജി ഉണ്ട്, എക്സിലില്ല, അപ്പൊ ജി എലമെന്റ് ആണ്. ഇനി നമ്മൾ സി ഇവിടെ ഇത് പരിഗണിക്കേണ്ട കാര്യം, കാരണം വൈയിൽ ഉള്ളത് മാത്രമാണ് ഇതിൽ വരുള്ളൂ. അപ്പൊ പിന്നെ എക്സിൽ ഇല്ല എന്ന് പിന്നെ നോക്കാൻ വേണ്ടു. അപ്പൊ വൈയിലില്ല, അപ്പൊ പിന്നെ അത് നമ്മൾ നോക്കാൻ പറ്റില്ല. അപ്പൊ വൈ മൈനസ് എക്സ് ഈക്വൽ ടു ജി. അപ്പൊ നമുക്ക് മനസ്സിലായി സെറ്റ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു ദി സെറ്റ് എ സി. വൈ മൈനസ് എക്സ് ഈസ് ദി സെറ്റ് എഫ് ജി. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എക്സ് മൈനസ് വൈ. So y minus x not equal to x minus y. Clear? ഇനി ഒരു എണ്ണം കൂടി കാണണം, എക്സ് ഇന്റർസെക്ഷൻ വൈ. അപ്പൊ എക്സ് ഇന്റർസെക്ഷൻ വൈ നമുക്ക് കാണാനായിട്ട് എന്ത് ചെയ്യും? എക്സ് ഇന്റർസെക്ഷൻ വൈ, എക്സ് ഇന്റർസെക്ഷൻ വൈ കാണാം. എക്സ് ഇന്റർസെക്ഷൻ വൈ. എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞാൽ എക്സിലും വൈയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സിന്റെ സെറ്റ്. എക്സ് വൈ. എയിലും എക്സിലുണ്ട്, വൈയിലില്ല, അപ്പൊ അത് വരില്ല. ബി എക്സിലുണ്ട്, വൈയിലുണ്ട്, ദെൻ ബി എലമെന്റ് ആണ്. സി എക്സിലുണ്ട്, വൈയിലില്ല, അത് വരില്ല. ഡി എക്സിലുണ്ട്, വൈയിലുണ്ട്, അപ്പൊ ഡി എലമെന്റ് ആണ്. നമ്മൾ എക്സ് ഇന്റർസെക്ഷൻ വൈ കൊണ്ട് അപ്പൊ y മൈനസ് എക്സ് കണ്ടു, എക്സ് മൈനസ് വൈ കണ്ടു, എക്സ് ഇന്റർസെക്ഷൻ വൈ കണ്ടു. ഓക്കെ, റൈറ്റ്.
ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്കായിട്ട് നോക്കാം. Set of all real numbers. Consider the set of all rational numbers. അപ്പോ അതിന്റെ set of all real numbers are set of all real numbers x such that x belongs to R. നമുക്കറിയാം R equal to set of all real numbers and Q is the set of all rational numbers. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ x such that x belongs to R എന്താണ് കണ്ടീഷൻ? Q എന്നാണ് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താ? x ഈക്വൽ ടു p by q എന്നുള്ള ഫോർമുല ഉണ്ട്. വേർ q നോട്ട് ഈക്വൽ ടു 0. ഇതാണ് റാഷണൽ നമ്പറിന്റെ ഡെഫിനിഷൻ. p by q എന്നുള്ള ഫോർമുല എഴുതാൻ പറ്റും q നോട്ട് ഈക്വൽ ടു 0. മനസ്സിലായി? അപ്പോൾ നമുക്ക് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സും തന്നേക്കണം, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സും തന്നു. നമ്മളോട് കാണാൻ പറയുന്നത് r മൈനസ് q. ഫൈൻഡ് r മൈനസ് q. ഇതാണ് ക്വസ്റ്റ്യൻ. r is the set of all real number and q is the set of all rational number. Then find r minus q. എന്താണ് r മൈനസ് q? r മൈനസ് q എന്ന് പറഞ്ഞാൽ ആറിൽ ഉള്ള എലമെന്റ്സും അതുപോലെ ക്യൂവിൽ ഇല്ലാത്ത എലമെന്റ്സ് അത് നമ്മൾ കണ്ടെത്തണം. അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ എഴുതി. ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ്. നമുക്ക് ആറും ക്യൂ എന്ന് മാത്രമേ തരുന്നുള്ളൂ. നമ്മൾ ആൻസറിൽ ഇങ്ങനെ എഴുതും ആർ ഈസ് സെറ്റ് ഓഫ് ഓൾ എക്സ്, എക്സ് ബിലോങ്സ് ടു ആർ എന്ന് എഴുതി. ക്യൂ സെറ്റ് ഓഫ് ഓൾ എക്സ്, എക്സ് ബിലോങ്സ് ടു ആർ, എക്സ് ഈക്വൽ ടു പി ബൈ ക്യൂ, വേർ ക്യൂ നോട്ട് ഈക്വൽ ടു 0. ആർ മൈനസ് ക്യൂ. അപ്പൊ ആറിൽ ഉള്ളതും ക്യൂവിൽ ഇല്ലാത്തതുമായ സെറ്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ആർ മൈനസ് ക്യൂ. അപ്പൊ ആർ മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ, എക്സ് നോട്ട് ബിലോങ്സ് ടു ക്യൂ. ഇതാണല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള സെറ്റ്, അങ്ങനെയുള്ള എലമെന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ റിയൽ നമ്പറിൽ ഉണ്ടാവും, റാഷണൽ നമ്പറിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമുക്കറിയാം റിയൽ നമ്പർ എന്ന് പറഞ്ഞാല് എല്ലാ നമ്പറും ഉണ്ട്. 1 2 3 അങ്ങനെ പോവും. -1 -2 -3 ഇതിന്റെ ഇടയിലുള്ള എല്ലാം ഫ്രാക്ഷൻസ് എല്ലാം, ഈ ഫ്രാക്ഷൻസ് എല്ലാം അടക്കമാണ് റിയൽ നമ്പർ. 0 അടക്കമാണ് റിയൽ നമ്പർ. എക്സ് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ പി ബൈ ക്യൂ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പറും, അതും ഈ റിയൽ നമ്പറിൽ തന്നെയാണ് വരിക. ആണല്ലോ, പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പറും ഈ റിയൽ നമ്പറിൽ വരാം. അപ്പോൾ നമുക്കറിയാം ക്യൂ ഈസ് ദി സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ. റിയൽ നമ്പറിൽ തന്നെയാണ് ക്യൂ ഉള്ളത്. പക്ഷെ നമുക്കറിയേണ്ടത് എക്സ് ബിലോങ്സ് ടു ആർ, എക്സ് നോട്ട് ബിലോങ്സ് ടു ക്യൂ. ക്യൂവിലില്ലാത്ത ആറിലുള്ളതായിട്ടുള്ള ബാക്കി എലമെന്റ്സ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നാച്ചുറൽ നമ്പർ ആണോ? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 2 3 4 എക്സെട്ര. അപ്പൊ എല്ലാ നാച്ചുറൽ നമ്പറും നമുക്ക് 1 2 3 4 5 അങ്ങനെ എഴുതാം. ഇതിനെ നമുക്ക് ബൈ 1 ബൈ 1 ബൈ 1 ബൈ 1 എഴുതാലോ. അതിനർത്ഥം നാച്ചുറൽ നമ്പർ സബ്സെറ്റ് ഓഫ് ക്യൂ ആണ്. റാഷണൽ നമ്പറിന്റെ ഡെഫിനിഷൻ നാച്ചുറൽ നമ്പർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് നാച്ചുറൽ നമ്പർ റാഷണൽ നമ്പറിൽ തന്നെ വരും. പിന്നെ റിയൽ നമ്പറിൽ ഏതാ ബാക്കിയുള്ളത്? ഇവിടെ 0 ആയാലും ബൈ 1. 0 നമുക്ക് 0/1 0/1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പൊ 0 ഈ നാച്ചുറൽ നമ്പേഴ്സും എല്ലാം ഈ റാഷണൽ നമ്പറിന്റെ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അതും ശരിക്കും ഒരു റാഷണൽ നമ്പർ ആയിട്ട് പരിഗണിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ആറുള്ളത് ഏതാണ്? ഡെഫിനറ്റ്ലി ഇറാഷണൽ നമ്പർ. ഇറാഷണൽ നമ്പർ ടി എന്താ? ടി എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുക. ടി ഇസ് ദി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്താണ്? എക്സ് ബിലോങ്സ് ടു ആർ, എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് നോട്ട് ബിലോങ്സ് ടു ക്യൂ. അത് തന്നെയാണല്ലോ ഇവിടെ നമ്മൾ കണ്ടെത്തിയത്. ആർ മൈനസ് ക്യൂ ഇസ് ദി സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ക്യൂ. അതാണ് ടി ഇസ് സെറ്റ് ഓഫ് ഓൾ എക്സ്, എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ക്യൂ. Answer is set of all irrational numbers. Irrational number the set ആണ് r minus q. The question, real r is a real number, q is the rational number, then find r minus q. R minus q is the set of all irrational numbers. Clear ആയില്ലേ? ഇതാണ് ഇതിന്റെ ആൻസർ. യെസ്. ഇനി നമുക്ക് വേറൊരു സബ് ടോപ്പിക്കിലേക്ക് കിടക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സബ് ടോപ്പിക്കാണ്. നമ്മൾ അതിന് മുന്നേ പഠിച്ചല്ലോ കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്സ്. കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്സ് നമുക്കറിയാം. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് എയില് ഇല്ലാത്തതും യുവിലുള്ളതുമായ എലമെന്റ്സിന്റെ സെറ്റ്. അതായത് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്താ? Set of all x such that x belongs to u and x not belongs to a. അതാണല്ലോ a complement. A complement equal to set of all x such that x belongs to u. U is the universal set and x not belongs to a. A ഉണ്ടാകാൻ പാടില്ല. അത് അങ്ങനെയുള്ള സെറ്റിന്റെ എലമെന്റ്സിന്റെ സെറ്റാണ് എ ഡാഷ് അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ്. ഇനി ഈ കോംപ്ലിമെന്റ് കണക്ട് ചെയ്തിട്ടുള്ള കോംപ്ലിമെന്റിൽ ബന്ധപ്പെട്ടുള്ള ഒരു ലോ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ആ ലോന്റെ പേരാണ് ഡി മോർഗൻസ് ലോ. എന്താണ് ഡി മോർഗൻസ് ലോ? ഡി മോർഗൻസ് ലോ. മാത്തമാറ്റീഷ്യൻ ഡി മോർഗൻ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിട്ടു ഡി മോർഗൻസ് ലോ. അത് വേറെ ഒന്നുമല്ല. ഈ ലോ പറയുന്നത് ഇതാണ്. എന്താണ് ലോ പറയുന്നത്? കോംപ്ലിമെന്റ് ഓഫ് യൂണിയൻ ഓഫ് ടു സെറ്റ്സ് ഈസ് ദി ഇന്റർസെക്ഷൻ ഓഫ് ദെയർ കോംപ്ലിമെന്റ്. കഴിഞ്ഞില്ല. ആൻഡ് കോംപ്ലിമെന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ് ഈസ് ദി യൂണിയൻ ഓഫ് ദെയർ കോംപ്ലിമെന്റ്. എന്താ പറഞ്ഞത്? കോംപ്ലിമെന്റ് ഓഫ് യൂണിയൻ ഓഫ് ടു സെറ്റ്സ് ഈസ് ദി ഇന്റർസെക്ഷൻ ഓഫ് ദെയർ കോംപ്ലിമെന്റ്സ് ആസ് വെൽ ആസ് കോംപ്ലിമെന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ് ഈസ് ദി യൂണിയൻ ഓഫ് ദെയർ കോംപ്ലിമെന്റ്. എന്താണ്? കോംപ്ലിമെന്റ് ഓഫ് ദി യൂണിയൻ ഓഫ് let A and B be two sets, then complement of union of two sets, A union B and a complement equal to intersection of their complement. A complement intersection B complement. ഇതാണ് ആ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് എന്താ? കോംപ്ലിമെന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി അതിന്റെ കോംപ്ലിമെന്റ് എന്താണെന്ന് പറഞ്ഞത് യൂണിയൻ ഓഫ് ദെയർ കോംപ്ലിമെന്റ്. അപ്പൊ എ
ഡാഷ് യൂണിയൻ ബി. ക്ലിയർ ആയോ? കോംപ്ലിമെന്റ് ഓഫ് union of two sets is the intersection of their complements. Complement of intersection of two sets is the union of their complements. ഇതാണ് ഡി മോർഗൻസ് ലോ. ഓക്കെ, നമുക്ക് എ കോംപ്ലിമെന്റ് പ്രോപ്പർട്ടീസ് എന്തെല്ലാമെന്ന് നോക്കാം. എ കോംപ്ലിമെന്റ് പ്രോപ്പർട്ടീസ്. എ കോംപ്ലിമെന്റിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന്, എ യൂണിയൻ എ ഡാഷ്. എന്താണ് എ യൂണിയൻ എ ഡാഷ്? എ ഡാഷ് എന്ന് പറഞ്ഞാൽ എയില് ഇല്ലാത്ത എലിമെന്റ്സിന് സെറ്റ്, പക്ഷെ യുവിലുണ്ട്. അപ്പൊ എ യൂണിയൻ എ ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, നമുക്കറിയാം യു ആണ്. യു എയിലുള്ളതും എയിലില്ലാത്തതും ആയ എലിമെന്റ്സ് സെറ്റാണ് യു. അപ്പൊ എ യൂണിയൻ യു, എ യൂണിയൻ എ ഡാഷ് എന്ന് പറഞ്ഞാൽ ഐദർ ഇൻ എ ഓർ ഇൻ എ ഡാഷ്, അത് യു ആണ്, യൂണിവേഴ്സൽ സെറ്റ്. ഇനി എ ഇന്റർസെക്ഷൻ എ ഡാഷോ? രണ്ടിലും കോമൺ ആയിട്ടുള്ളത്, എയിലുള്ളതും എ ഡാഷിലുള്ളതും കോമൺ. എ ഡാഷ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെന്റ്സ് വിച്ച് ബിലോങ്സ് ടു യു നോട്ട് ഇൻ എ. എയിൽ ഇല്ലാത്തതായ എലമെന്റ്സിന് സെറ്റാണ് എ ഡാഷ്. അപ്പൊ ഇത് തമ്മിൽ ഇന്റർസെക്ഷൻ ഉണ്ടോ? ഇല്ല, രണ്ടും ഡിസ്ജോയിന്റ് സെറ്റ് ആണ്. അപ്പോ അത് പൈ ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചു എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു ഏതാ? നമ്മൾ പറഞ്ഞല്ലോ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് യു. എ ഇസ് സെറ്റ് ഓഫ് ഓൾ ഗേൾസ് ഇൻ യുവർ ക്ലാസ്, ദെൻ എ കോംപ്ലിമെന്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. ഓക്കെ, അപ്പോ അങ്ങനെ ആകുമ്പോ എ തന്നെയാണ് എ ഡാഷ് ഓൾ ഡാഷ്. നമുക്ക് തിരിച്ച് സെറ്റ് ഓഫ് ഓൾ ഗേൾസ് തന്നെ വരും, എ വരും. അപ്പൊ കോംപ്ലിമെന്റ് ഓഫ് കോംപ്ലിമെന്റ് ആ സെയിം സെറ്റ് ആണ്. ഇനി അടുത്ത പ്രോപ്പർട്ടി ഫൈ ഡാഷ്. ഫൈ ഡാഷ് എന്താ? ഫൈ ഡാഷ് ഈക്വൽ ടു എന്തായിരിക്കും? എ. ഫൈ ഡാഷ് ഈക്വൽ ടു എ, നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ്. അപ്പൊ അത് എ ആണ്. നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് സെറ്റ് എ ആണ്. അതുപോലെ തന്നെ യു ഡാഷ്, യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റോ? യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കും? അത് ഫൈ ആണ്. പിന്നെ നമ്മൾ ഇപ്പൊ പഠിച്ച ഡി മോർഗൻസ് ലോ, അതും ഇതിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇതെല്ലാമാണ് കോംപ്ലിമെന്റ് ഓഫ് സെറ്റിന്റെ പ്രോപ്പർട്ടീസ്. കോംപ്ലിമെന്റ് ഓഫ് സെറ്റ് പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്. മനസ്സിലായി? ഡി മോർഗൻസ് ലോ നമുക്ക് വെൻ ഡയഗ്രാം വരച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോ എന്താ? എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ആൻഡ് എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി. ഇതാണ് ഡി മോർഗൻസ് ലോ. നമുക്ക് വെൻ ഡയഗ്രാം വെച്ച് നോക്കാം. എ ബി, എ ബി, എ യൂണിയൻ ബി. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. എ യൂണിയൻ ബി ഇത്രയിരിക്കാം, ഇത്രയിരിക്കാം. അത് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ആണോ നമുക്ക് നോക്കാം. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ആണോ? എ ഡാഷ് എന്ന് പറഞ്ഞാൽ എയുടെ പുറത്തുള്ള ഭാഗം, ഇത്തിരി ഏരിയ എ ഡാഷ് ആണ്.
ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ബിയിലെ പുറത്തുള്ള ബിയിലില്ലാത്തതും യുവിലുള്ളതുമായ ഏരിയ. ബിയിലെ ഇത്രയും ഏരിയ ബിയിലെ പുറത്തുള്ള ഏരിയ. ഓക്കെ, അതിന്റെ ഇന്റർസെക്ഷനോ? അതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാല് ബിയിലെ പുറത്തുള്ള ഏരിയ ഇത്രയും, എയുടെ പുറത്തുള്ള ഏരിയ ഇത്രയും. അതിന് ഇന്റർസെക്ഷൻ എന്താ? ശരിക്കും എയും ബിയും പുറത്തുള്ള ഏരിയ. അതെ, എയും ബിയും പുറത്തുള്ള ഏരിയ. ഇതല്ലേ ഇന്റർസെക്ഷൻ. നേരത്തെ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇത്ര ഏരിയ ആണ്. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടിയിട്ട് ബാക്കി ഭാഗത്തുള്ളത്. ശരിയാണ്. ഡിമോർഗൻസ് ലോ വെൻ ഡയഗ്രത്തിൽ നമ്മൾ ചെക്ക് ചെയ്താൽ അത് ക്ലിയർ ആയി നമുക്ക് മനസ്സിലാവും. ഇനി തിരിച്ചു നോക്കിയോളൂ. എ ഇന്റർസെക്ഷൻ ബി ഡാഷ്, എ ഇന്റർസെക്ഷൻ ബി ഡാഷ്. എ ബി, എ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എ ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇത്ര ഏരിയയാണ്. ഇതില്ല, ആണല്ലോ. ഇതില്ലാതെ ഉള്ള ഭാഗമാണ് എ ഇന്റർസെക്ഷൻ ബിയുടെ ഓൾ ഡാഷ്. അത് തന്നെയാണോ എ ഡാഷ് യൂണിയൻ ബി ഡാഷ്? നോക്കാം. എ ഡാഷ്, എ എന്ന് പറഞ്ഞത്, എ ഡാഷ് എന്ന് പറഞ്ഞാല് ഇത്ര ഏരിയ. സോറി, എ ഡാഷ് എന്ന് പറഞ്ഞാല് ഇത്ര ഏരിയ. ഇത്ര ഏരിയ എ ഡാഷ്, ഏരില്ലാത്ത യുവിലുള്ള ഭാഗം. ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇത്ര ഏരിയ. ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇത്ര ഏരിയ. എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പറഞ്ഞാല് ഈ സ്ക്വയർ വന്നിട്ടുള്ള ഏരിയ ആണ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. അത് തന്നെയാണ് എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് എന്ന് പറയുന്നത്. അപ്പൊ വെൻ ഡയഗ്രം അനുസരിച്ച് ഇത് കറക്റ്റ് ആവുന്നുണ്ട്. വെൻ ഡയഗ്രത്തിൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. യൂണിയൻ യു എന്ന സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. യു യൂണിവേഴ്സൽ സെറ്റ് 1 2 3 4 5 6 7 8 9 അങ്ങനെ ഒരു സെറ്റ് എടുക്കുന്നു. ബി എന്ന സെറ്റ് 1 2 3 4 5. എ എന്നുള്ള സെറ്റ് എ ആണ് എടുക്കേണ്ടത്. എ ഈക്വൽ ടു 1 2 3 4 5. ബി എന്നുള്ള സെറ്റ് 2 4 6 8. 2 4 6 8. നമ്മളൊരു 3 സെറ്റ് എടുത്തു, യൂണിവേഴ്സൽ സെറ്റ് എടുത്തു. 1 2 3 4 5 6 7 8 9. എ എന്നുള്ള സെറ്റ് 1 2 3 4 5. 1 2 3 4 മതി, 4. ബി എന്നുള്ള സെറ്റ് എടുത്തു 2 4 6 8. നമുക്ക് കാണേണ്ടത് എ ഡാഷ് കാണണം, ബി ഡാഷ് കാണണം, അതുപോലെ എ യൂണിയൻ സി ഡാഷ് കാണണം, എ യൂണിയൻ സി ഡാഷ് കാണണം, എ യൂണിയൻ ബി ഡാഷ് കാണണം, പിന്നെ എ ഡാഷ് ഹോൾ ഡാഷ് കാണണം, പിന്നെ ബി മൈനസ് എ ഡാഷ്. ഇത്രയും നമുക്ക് കാണണം. അപ്പൊ സെറ്റ് യൂണിവേഴ്സൽ സെറ്റ് യു ഈക്വൽ ടു 1 2 3 4 5 6 7 8 9.
എ എന്നുള്ള സെറ്റ് 1 2 3 4, ബി എന്നുള്ള സെറ്റ് 2 4 6 8. അങ്ങനെയാണെങ്കിൽ എ ഡാഷ് ഏതാണ്? എ ഡാഷ് ആൻസർ. ആൻസർ എ ഡാഷ്. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എ ഇതാണ്. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡാഷ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് such that x belongs to u. യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കണം എക്സ് നോട്ട് ബിലോങ്സ് ടു എ. ഇതാണ്. അപ്പൊ എ ഡാഷ് ഏതാ സെറ്റ്? യുവിലുള്ള എലമെന്റ്സും പക്ഷേ എയില് ഇല്ലാത്ത എലമെന്റ്സ്. യുവിലുള്ള എലമെന്റ്സ് ഇതാണ്, പക്ഷെ എയിലും ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ 1 2 3 4 എയിലുണ്ട്, അത് ഒഴികെ ബാക്കി യുവിലുള്ള എല്ലാ എലമെന്റ്സും എ ഡാഷ് 1 2 3 4 ഒഴിവാക്കുക. 5 6 7 8 9 5 6 7 8 9. ക്ലിയർ? മനസ്സിലായില്ലേ? എ ഡാഷ് എന്ന് പറഞ്ഞാല് യുവിലുള്ളതും എയിലില്ലാത്തതും. എയിലുള്ളത് 1 2 3 4, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ 4 5 6 7 8 9 അതാണ് എ ഡാഷ്. കിട്ടി. അപ്പൊ ആദ്യത്തെ ആൻസർ വന്നു. ഇനി ബി ഡാഷോ? ബി ഡാഷ് കണ്ടോളൂ. ബി ഡാഷ് എന്ന് പറഞ്ഞാല് ബിയിലുള്ളതും സോറി യുവിലുള്ളതും ബിയിലില്ലാത്തതും. സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു യു, എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. ഞാൻ അവിടെ എഴുതുന്നില്ല. ഏതാ? എക്സ് ബിലോങ്സ് ടു എക്സ് വെച്ചാൽ എക്സ് ബിലോങ്സ് ടു യു, എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. അപ്പൊ എന്താ? എക്സ് യുവിലുള്ള എലമെന്റ്സും ബിയിലില്ലാത്ത എലമെന്റ്സ്. ബി ഇതാണ് 2 4 6 8. അപ്പൊ 2 4 6 8 ഒഴികെ ബാക്കി യുവിലുള്ള എല്ലാ എലമെന്റ്സും ഈ ബി ഡാഷിൽ വരും. അപ്പൊ 2 4 6 8 ഈവൻ നമ്പേഴ്സ് ഒഴിവാക്കിയാൽ മതി. 1 3 5 6 7 9. ഇതാണ് ബി ഡാഷ്. അപ്പൊ എ ഡാഷ് കണ്ടു, ബി ഡാഷ് കണ്ടു. ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ കാണേണ്ടത് എ യൂണിയൻ ബി ഡാഷ്. അപ്പൊ അതിനെ എ യൂണിയൻ ബി എഴുതുക. ആദ്യം എ യൂണിയൻ ബി കണ്ടിട്ട് അതിന്റെ കോംപ്ലിമെന്റ് കാണണം. അങ്ങനെയാണ് നമ്മൾ എ യൂണിയൻ ബി ഡാഷ് കാണും. അപ്പൊ എ യൂണിയൻ ബി ഏതാ? എ ബി. അതിന്റെ യൂണിയൻ 1 2 3 4 2 4 6 8. either in A or in B. Then 1 2 രണ്ടിലുണ്ട്, 3 എയിലുണ്ട്, 4 രണ്ടിലുണ്ട്, പിന്നെ 6 8 ബിയില്. ഇതാണല്ലോ എ യൂണിയൻ ബി. ദെൻ എ യൂണിയൻ ബി ഡാഷ്. എ യൂണിയൻ ബി ഡാഷ് കാണാനായിട്ട് എന്ത് ചെയ്യണം? എ യൂണിയൻ ബി ഇവിടെ ഉണ്ട്. 1 2 3 4 6 8 ആണ്. എ യൂണിയൻ ബി ഡാഷ് എന്ന് പറഞ്ഞാല് യൂണിവേഴ്സൽ സെറ്റിലുള്ളതും എ യൂണിയൻ ബിയിൽ ഇല്ലാത്തതുമായ സെറ്റ് എലിമെന്റ്സിന്റെ സെറ്റ്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിലുള്ളത് 1 2 3 4 9 വരെ ഉണ്ട്. അപ്പൊ 1 2 3 4 6 8 ഒഴികെ ബാക്കിയില്ല. 1 2 3 4. പിന്നെ എ യൂണിയൻ ബി ഈക്വൽ സെറ്റ് 5 ഉണ്ട്. 6 8 കൂടെ ഒഴിവാക്കണം. 7 9. ഇതാണ് എ യൂണിയൻ ബി ഡാഷ്. എ യൂണിയൻ ബി ഡാഷ് ഇതാണ്. ഇനി അടുത്തത് എ ഡാഷ് ഓൾ ഡാഷ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എ ഡാഷ് കാണണം. അപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ എ ഡാഷ് കണ്ടിട്ടുണ്ട്. എ ഡാഷ് നമുക്കിവിടെ അറിയാം ഉത്തരം 5 6 7 8 9. 5 6 7 8 9. അപ്പൊ എ ഡാഷ് ഓൾ ഡാഷ്. എ ഡാഷ് ഇതാണ്. എ ഡാഷ് ഓൾ ഡാഷ് എന്ന് പറഞ്ഞാല് യുവിലുള്ള എലമെന്റ്സും അതുപോലെ എ ഡാഷില് ഉണ്ടാവാനും പാടില്ല. എ ഡാഷില് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? യുവിലുള്ള എലമെന്റ്സ് സെറ്റ് ഓഫ് ഓൾ എക്സ് such that x belongs to u and x not belongs to a dash. അതാണല്ലോ x not belongs to a dash. അതാണ് a dash all dash. അപ്പൊ a dash all dash എന്ന് പറഞ്ഞാല് യുവിലുള്ളതും a dash ഇല്ലാത്തതും. അപ്പൊ യുവിലുള്ളത് 1 2 3 4 1 2 3
4 5 എ ഡാഷിലുണ്ട്, എടുക്കാൻ പറ്റില്ല. 6 എ ഡാഷിലുണ്ട്, എ ഡാഷ് ഇല്ലാത്ത വേണ്ടത്. 7 എ ഡാഷിലുണ്ട്, 8 എ ഡാഷിലുണ്ട്, 9 എ ഡാഷിലുണ്ട്. അപ്പൊ 1 2 3 4. അപ്പൊ ഇവിടെ എ എന്താണ്? 1 2 3 4 കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്തപ്പോ കറക്റ്റ് ആയിട്ട് നമുക്ക് ഈക്വൽ ടു എ കിട്ടി. നമുക്ക് ഓൾറെഡി അറിയാം എ ഡാഷ് ഓൾ ഡാഷ് ഈക്വൽ ടു എ. അത് ഈ എക്സാമ്പിൾ മുഖേന നമുക്ക് എ ഡാഷ് ഓൾ ഡാഷ് ഈക്വൽ ടു എ എന്ന് തന്നെ നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അടുത്തത് ബി മൈനസ് എ ഓൾ ഡാഷ്. ബി മൈനസ് എ ഓൾ ഡാഷ് കാണണം. അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് ബി മൈനസ് എ കാണണം. b minus a. b minus a is the set of all x such that x belongs to b and x not belongs to a. അതാണല്ലോ ഡെഫിനിഷൻ. ബിയിലുള്ളതും എയിലില്ലാത്തതുമായ എലമെന്റ്സിന്റെ സെറ്റ്. അതേതാ? ബി എവിടെയാണ്? ബി 2 4 6 8. അപ്പൊ ബിയിലുള്ളതും എയിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്. ബിയിലുള്ള എലമെന്റ്സ് ബി 2 ഉണ്ട്, പക്ഷെ എയിലുണ്ട്. അപ്പൊ അതായത് അത് ബി മൈനസ് എയിൽ വരില്ല. 4 ബിയിലുണ്ട്, എയിലുണ്ട്. അപ്പൊ ആ എലമെന്റും ബി മൈനസ് എയിൽ വരില്ല. ബിയിലുള്ളതും എയിലില്ലാത്തതും. 6 ബിയിലുണ്ട്, എയിലില്ല. അപ്പൊ അതൊരു എലമെന്റ് ആണ്. 8 ബിയിലുണ്ട്, എയിലില്ല. അപ്പൊ അതും ഒരു എലമെന്റ് ആണ്. അപ്പൊ ബി മൈനസ് എ കിട്ടി നമുക്ക്. ബി മൈനസ് എ ഈക്വൽ ടു ദി സെറ്റ് 6 8. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി മൈനസ് എ ഓൾ ഡാഷ് ആണ്. അപ്പൊ ബി മൈനസ് എ ഓൾ ഡാഷ് ഈക്വൽ ടു എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് such that x belongs to u and x not belongs to b minus. അതാണ് ബി മൈനസ് എ ഓൾ ഡാഷ്. യുവിലുള്ള എലമെന്റ്സും അതുപോലെ ബി മൈനസ് എയിൽ ഉണ്ടാവാനും പാടില്ല. യുവിലുള്ള എലമെന്റ്സിന്റെ സെറ്റ്, പക്ഷെ ബി മൈനസ് എയിൽ ഇല്ലാത്ത എലമെന്റ്സ് ആയിരിക്കണം. അതാണ് ബി മൈനസ് ഓൾ ഡാഷ്. അപ്പൊ യു ഇതാണ്. എപ്പോഴും ഡാഷ് കോംപ്ലിമെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ യൂണിവേഴ്സൽ സെറ്റ് ആണ് എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കും, പക്ഷെ ആ തന്ന സെറ്റിൽ എ എന്നുള്ള സെറ്റിലും ഇല്ലാത്തത്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് ആണ് കോംപ്ലിമെന്റ്. ശരിക്കും ബാലൻസ് ഉള്ളതാണ് യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ അത് തെറ്റരുത്. അപ്പൊ ബി മൈനസ് എ ഡാഷ് അല്ലെങ്കിൽ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും ബി മൈനസ് എ എന്നുള്ള സെറ്റിൽ ഇല്ലാത്തതും. അപ്പൊ ബി മൈനസ് എ ഇവിടെ ഉണ്ട്, 6 8 ആണ്. അപ്പൊ ഇതിനില്ലാത്തത് ഇപ്പൊ 6 8 ഒഴികെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ളതെല്ലാം വരും. അതാണ് അതിന്റെ അർത്ഥം. 1 2 3 4 5 5 9 ആണല്ലോ യൂണിവേഴ്സൽ സെറ്റിലുള്ളത്. പക്ഷെ 6 8 ഒഴികെ. ഇപ്പൊ 6 8 ഒഴികെ 1 2 3 4 5 6 പാടില്ല, 7 9. അപ്പോ കോംപ്ലിമെന്റ് ഓഫ് സെറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിന്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്തു. ഇതിനു മുന്നേ നമ്മൾ എന്തെല്ലാം പഠിച്ചു? യൂണിയൻ ഓഫ് സെറ്റ്, ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്, പിന്നെ എ മൈനസ് ബി, അവസാനം നമ്മൾ ഡി മോർഗൻസ് ലോ. ഇതെല്ലാം പഠിച്ച് നമ്മൾ ഓൾമോസ്റ്റ് സെറ്റ് ചാപ്റ്ററിന്റെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കുറേയധികം പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എല്ലാ ടോപ്പിക്സും ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ട് ടച്ച് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. ഇന്ന് നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.